അനു പതുക്കെ താഴെയുള്ള ഷെൽഫ് കൂടി തുറന്നു. അതിൽ അച്ചുവിന്റെ പഴയ ഡയറിയും ചെറുപ്പകാലത്തെ ഓർമ്മകൾ നിറഞ്ഞ ആൽബവും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു കൊച്ചു ബോക്സിൽ അച്ചു നൃത്തം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചിലങ്ക കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ ചിലങ്ക കണ്ടപ്പോൾ ബദ്രിക്കൊരു പ്രത്യേക കൗതുകം തോന്നി. അവൻ പതുക്കെ കൈ നീട്ടി ആ ചിലങ്ക കയ്യിലെടുത്തു. അവന്റെ വിരലുകൾ തട്ടിയപ്പോൾ ചിലങ്കയിലെ മണികൾ താളത്തിൽ ചിലമ്പി. ആ ശബ്ദം കേട്ടതും താഴെയിരുന്ന ഷെൽഫിൽ മറ്റെന്തൊക്കെയോ തിരയുകയായിരുന്നു അനു. ഞെട്ടിപ്പിടർന്നുകൊണ്ട് അവൾ പെട്ടെന്ന് തലയുയർത്തി പരിഭ്രമത്തോടെ ബദ്രിയെ നോക്കി ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ശബ്ദമുണ്ടാക്കില്ലേ ഏട്ടാ. അവളെങ്ങാനും ഇങ്ങോട്ട് വന്നാ നമ്മൾ രണ്ടും തീർന്നു. ബദ്രി ഒരു ചിരിയോടെ പറഞ്ഞു, സോറി, ഞാൻ അത് മറന്നുപോയി. അനു കുസൃതി ചിരിയോടെ ബദ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, ഭാര്യയുടെ പഴയ സാധനങ്ങൾ കാണാനുള്ള ത്രില്ല് കണ്ടോ? അനു തമാശയായി പറഞ്ഞ ആ ഒരു വാക്ക് പക്ഷേ ബദ്രിയുടെ ഉള്ളിലാണ് ചെന്ന് തറച്ചത്. അവന്റെ ഉള്ളൊന്ന് വിറച്ചു. നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റിൽ പടർന്നു. ബദ്രി മനസ്സിൽ വിതുമ്പലോടെ ഓർത്തു, തൻ്റെ ഭാര്യ. ഞാൻ ഒരിക്കലും അവൾക്ക് ആ സ്ഥാനം എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടില്ലല്ലോ. ഒരൊറ്റ തവണ പോലും ആ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ നോക്കിയിട്ടില്ല. എന്നിട്ടും ഞാൻ കൊടുത്ത അവഗണനകൾക്കും മുറിവുകൾക്കും പകരം അവൾ എന്നോട് ഒരു പരാതി പോലും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഈ കൊച്ചു വീട്ടിലെ മനുഷ്യരുടെയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന അനിയത്തിയുടെയും ആത്മാർത്ഥമായ സ്നേഹം കാണുമ്പോൾ ബദ്രിക്ക് സ്വന്തം പ്രവൃത്തികൾ ഓർത്ത് വല്ലാത്ത ജാള്യത തോന്നി. അനു ഷെൽഫിൽ നിന്നും തിരഞ്ഞു പിടിച്ചെടുത്ത ആ വലിയ ആൽബം ബദ്രിക്ക് നേരെ നീട്ടി. ആൽബത്തിലെ താളുകൾ മറിച്ചു നോക്കിയ ബദ്രിയുടെ കണ്ണുകൾ ഒരു ചിത്രത്തിൽ ഉടക്കി നിന്നു. മോഹിനിയാട്ടത്തിന്റെ മനോഹരമായ വേഷത്തിൽ കാൽ ചിലങ്കയിൽ അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന അച്ചു. ആ ചിത്രത്തിലെ അവളുടെ കണ്ണുകളിലെ ഭാവവും സൗന്ദര്യവും അവൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു വികാരമായി നിറഞ്ഞു നിന്നു. അവനറിയാതെ ആ ഫോട്ടോ കയ്യിലെടുത്ത് കണ്ണെടുക്കാതെ നോക്കിപ്പോയി. ആ വികാര നിർഭരമായ നിമിഷത്തിലാണ് ബദ്രിയുടെ ഫോൺ പെട്ടെന്ന് റിംഗ് ചെയ്തത്. ഡിസ്പ്ലേയിൽ മിയ എന്ന് പേര് തെളിഞ്ഞതും അവൻ പെട്ടെന്ന് ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. മിയ ദേഷ്യത്തോടെയും പരിഭവത്തോടെയും ചോദിച്ചു, ഹലോ ബദ്രി, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്താടാ ഫോൺ എടുക്കാത്തത്? ബദ്രി ഗൗരവത്തോടെ പറഞ്ഞു, അത് മിയ, ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ അച്ചുവിന്റെ വീട്ടിലേക്ക് വന്നതാ, പിന്നെ വിളിക്കാം. വീഡിയോ കോളിന്റെ അപ്പുറത്തു നിന്ന് മിയ എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുൻപ് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ, അവൾക്ക് മറുത്തൊന്നും സംസാരിക്കാൻ അവസരം നൽകാതെ ബദ്രി കോൾ കട്ട് ചെയ്തു. ഫോണിന്റെ മറുതലക്കൽ മിയക്ക് വിശ്വസിക്കാൻ കഴിയാതെ സ്ക്രീനിലേക്ക് നോക്കി നിന്നു. ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ബദ്രിക്ക് ഇത് എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് അവൻ എങ്ങനെ മാറി? തന്നോട് സംസാരിക്കാൻ പോലുമുള്ള സമയം അവനിപ്പോൾ കാണുന്നില്ലേ? അവൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു, എല്ലാം എല്ലാം അവൾ കാരണമാ. അച്ചു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അച്ചുവിന്റെ വീട്ടിൽ പോയി അവൻ അവൾക്കൊപ്പം സന്തോഷിക്കുകയാണോ? അവർ തമ്മിൽ ഒന്നായാൽ പിന്നെ എനിക്ക് അവനെ കിട്ടില്ല. ഇല്ല, ഇത് നടക്കില്ല. അവൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ ദേഷ്യത്തോടെ ബെഡിലേക്ക് എറിഞ്ഞു. അവൻ അച്ചുവിന്റെ വീട്ടിൽ പോയതും അവൻ കൂടുതൽ അച്ചുവിനോട് അടുക്കുകയാണോ, അവർക്കിടയിൽ പ്രണയം തുടങ്ങിയോ, എന്തൊക്കെയുള്ള ചിന്ത അവളുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു. അവർ തമ്മിൽ അടുത്താൽ താൻ കണ്ട സ്വപ്നമെല്ലാം ഇല്ലാതാകുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ആ ഭയം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അലമാരയിൽ നിന്നെടുത്ത ആൽബം ബദ്രി വളരെ ശ്രദ്ധയോടെ അനുവിനെ തന്നെ കൊടുത്തു. തന്നെ ഏറ്റവും ആകർഷിച്ച ആ നൃത്തത്തിന്റെ ഫോട്ടോ മാത്രം അവൻ അനു അറിയാതെ തന്റെ ഫോണിലേക്ക് പകർത്തി. പിന്നെ ബദ്രി അച്ചുവിന്റെ പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അനുവിനോട് ചോദിച്ചു. അച്ചുവിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാൻ അവന് വലിയ ആകാംക്ഷയായിരുന്നു. അനുവിന്റെ മുഖത്ത് ഒരു നിമിഷം വിഷമം പടർന്നു. അവൾ പതുക്കെ പറഞ്ഞു, അവൾക്ക് ടീച്ചറാകാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ബിഎഡിന് ചേർത്തതായിരുന്നു. പക്ഷേ അച്ഛൻ അസുഖം വന്ന് കിടപ്പിലായതോടെ അത് പാതി വഴിയിൽ നിർത്തി. അച്ഛൻ കിടപ്പായതോടെ ഞങ്ങളുടെ അവസ്ഥ പിന്നെ പറയണം. ചേച്ചി പിന്നെ കുടുംബം നോക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായി. അനു ജനൽ തുറന്ന് കാലിയായി കിടക്കുന്ന തൊഴുത്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ടോ, അതിൽ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. അച്ചു പോയതോടെ അമ്മക്ക് അവറ്റകളെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് കൊടുത്തു. ഇത് മാത്രമല്ല കേട്ടോ, അവളുടെ ഹോബി ചെറിയ ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 4 മണിക്ക് കുട്ടികളെ ട്യൂഷൻ എടുക്കും. അമ്പോ, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ആ കുട്ടികളുടെ ഒപ്പം എന്നെയും പിടിച്ചിരുത്തും. അനു വിഷമത്തോടെ പറയുന്നത് കേട്ട് ബദ്രി പുഞ്ചിരിയോടെ ഇരുന്ന് കേട്ടു. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് ജ്യൂസുമായി അച്ചുമുറിയിലേക്ക് കടന്നു വന്നത്. അവളെ കണ്ടതും അനു ഒന്ന് പതറിപ്പോയി. ബദ്രിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനു പെട്ടെന്ന് സംസാരം നിർത്തി. അച്ചു ഒരു നിമിഷം അനുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് അവളെ വിരട്ടാൻ തുടങ്ങി. എന്തു പറ്റി? എന്തിനാണ് ഇത്ര പെട്ടെന്ന് മിണ്ടാതായത്? ബദ്രി സംശയത്തോടെ ചോദിച്ചു. അനു കണ്ണുകൾ കൊണ്ട് വാതിൽ പടിക്ക് കാണിച്ചു കൊടുത്തു. ബദ്രി അവിടേക്ക് നോക്കുന്നതിന് മുന്നേ അച്ചു അവന്റെ അരികിലേക്ക് വന്നു. അച്ചുവിന്റെ മുഖത്തേക്ക് കുറച്ചു നേരം ബദ്രി നോക്കി നിന്നു. അവൾ ആ ജ്യൂസ് അവന് നേരെ നീട്ടിയത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാ ജ്യൂസ്.
അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ബദ്രി പെട്ടെന്നൊന്ന് ഞെട്ടിയത്. അവൻ തിരികെ ഒന്ന് പറയുന്നതിന് മുൻപ് തന്നെ അച്ചു ഒരു ചെറിയ ചിരിയോടെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവളുടെ പിന്നാലെ തന്നെ ഞാൻ ഇപ്പോൾ വരാം എന്ന് ബദ്രിയോട് പറഞ്ഞ് അനുവും അവിടെ നിന്ന് പോയി. മുറിയിൽ തന്നെയായപ്പോൾ ബദ്രി ശരിക്കും തന്റെ കണ്ണുകളെയും ചിന്തകളെയും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് എന്തു പറ്റി? എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ വരുന്നല്ലോ. തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ പുതിയ മാറ്റത്തെക്കുറിച്ചോർത്ത് ബദ്രി വേവലാതിയോടെ ആ കട്ടിലേക്ക് പതുക്കെ കിടന്നു. സമയം 5 മണിയായി. വീടിനു മുന്നിലെ ഉമ്മറത്ത് വരാന്തയിലെ കസേരയിൽ പ്രകൃതിയുടെ ശാന്തത ആസ്വദിച്ചിരിക്കുകയായിരുന്നു ബദ്രി. അപ്പോഴാണ് സുമതിയും അച്ചുവും അവൻ്റെ അരികിലേക്ക് വന്നത്. സുമതി പതുക്കെ അവനോട് പറഞ്ഞു, മോനെ, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ? ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു പൂജയുണ്ട് മോനെ, അതിൽ കൂടിയിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ ബദ്രിക്ക് ഇത്തരം ചടങ്ങുകളിലും പൂജകളിലും ഒന്നും ഒട്ടും താല്പര്യമുണ്ടാകില്ലെന്നും അതിലുപരി തൻ്റെ വീട്ടിൽ നിൽക്കാൻ അവനിക്ക് താല്പര്യമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അച്ചു അവൻ നിരസിക്കുന്നതിന് മുൻപേ ഇടയിൽ കയറി മറുപടി പറഞ്ഞു. അത് പിന്നെ അമ്മേ, അവിടെ ഭവാനിയമ്മ തനിച്ചല്ലേ ഉള്ളൂ. അച്ചുവിൻ്റെ മറുപടി കേട്ട് സുമതി സ്നേഹത്തോടെ ബദ്രിയോട് തുടർന്നു. അതെ മോനെ, മോന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടാട്ടോ. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബദ്രി മുഖത്തൊരു മനോഹരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ലമ്മ, ഞാൻ അമ്മയോടൊന്ന് പറയട്ടെ. ബദ്രിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി അച്ചു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ തങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാണെന്നറിഞ്ഞ നിമിഷം അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തു. ബദ്രി ഉടൻ തന്നെ ഫോൺ എടുത്ത് ഭവാനി അമ്മയെ വിളിച്ചു. അമ്മ. ആ, എന്താ മോനെ? ഇന്നിവിടെ ഒരു പൂജയുണ്ടമ്മ, അത് കഴിഞ്ഞ് നാളെ വരാം. അത് കേട്ടതും ഭവാനി അമ്മ വളരെ സന്തോഷത്തോടെ മറുപടി നൽകി. അവർ ഒന്ന് അമ്പരന്നു. അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ മകൻ തന്നെയാണോ ഇത് പറയുന്നത്? ആ മോനെ, അത് കഴിഞ്ഞ് സമാധാനത്തോടെ വന്നാൽ മതി. ഞാൻ വേണുവിനെ വിളിച്ച് തറവാട്ടിലേക്ക് പോയിക്കോളാം. നാളെ നിങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. താൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ സമ്മതിച്ച അമ്മയുടെ വാക്കുകൾ കേട്ട് ബദ്രി പുഞ്ചിരിയോടെ ഫോൺ വെച്ചു. മറുവശത്ത് ബദ്രിയെ എത്രയും വേഗം ലണ്ടനിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഓരോ സൂത്രപ്പണികളും തിടുക്കത്തിൽ നടത്തുകയായിരുന്നു മിയ. പക്ഷെ അവൾ മെനയുന്ന തന്ത്രങ്ങളെല്ലാം അജു സമയത്തിന് പൊളിച്ചെടുക്കുകയായിരുന്നു. ബദ്രിക്ക് പിന്നിൽ അജുവിന്റെ വലിയൊരു പിന്തുണയും സംരക്ഷണവും ഉണ്ടെന്ന് മിയ പൂർണ്ണമായും മനസ്സിലാക്കി. ഇനി അജുവിനെ മറികടന്ന് ബദ്രിയെ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ എന്നവൾ ഉറപ്പിച്ചു. മിയ പകയോടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു. ഇനി സാധാരണ രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ബദ്രി തിരികെ വരില്ല. ഇനി കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലേ ബദ്രി ഇങ്ങോട്ട് വരും. കമ്പനിയിൽ എന്തെങ്കിലും കുരുക്കുകൾ ഉണ്ടാക്കി ബദ്രിയെ അടിയന്തരമായി ലണ്ടനിലേക്ക് വിളിച്ചു വരുത്താൻ മിയ ഓരോ വലിയ ചതികൾ പ്ലാൻ ചെയ്യുന്നു.